മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തിരക്കേറുന്നു. ഇന്ന് രാവിലെ 8 മണിവരെ 24,434 പേർ ദർശനം നടത്തി. 80,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് 80,000 കുറച്ചിരുന്നു. ഇത് പ്രകാരം മകരവിളക്ക് വരെയുള്ള എല്ലാ ദിവസത്തെയും ബുക്കിംഗും പൂർത്തിയായി. വിവരങ്ങളുമായി അങ്കുഷ് ചേരുകയാണ്. അങ്കുഷ്, നിലവിൽ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ തീർത്ഥാടകരെ സുഗമമായ രീതിയിൽ തീർത്ഥാടനം നടത്താനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നട തുറന്ന ശേഷം ഓരോ സമയത്തും തിരക്ക് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് 80,000-ഓളം ആളുകൾ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പരമാവധി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ കഴിയുന്നത് 80,000 ആളുകളാണ്. 80,000 ആളുകൾ ഇന്ന് ദർശനം നടത്താൻ ബുക്ക് ചെയ്തിരിക്കുന്നു. മകരവിളക്ക് വരെയുള്ള ദിവസങ്ങളിലേക്കുള്ള മുഴുവൻ ബുക്കിങ്ങും വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്രയധികം ഭക്തരുടെ ഒരു തിരക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനയാണ്. ഇതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് സംബന്ധിച്ച് ഒരു ദിവസം 10,000-ഓളം ആളുകൾക്ക് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾ കൂടി മാത്രമാകും ഈ ദിവസങ്ങളിൽ ദർശനം നടത്താൻ കഴിയുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മണ്ഡലകാലത്ത് ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും തുടർന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഭക്തർ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസും ദേവസ്വം ബോർഡിനെതിരെ വലിയ ആക്ഷേപം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഭക്തരെ ഈ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായി ഈ ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തരെ കടത്തിവിടാതെയാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് ഭക്തർ എത്തുന്നത്. ഇത് വിജയകരമാകുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഈ രീതിയിൽ തന്നെ നടപ്പാക്കാനായിരിക്കും പദ്ധതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ പുതിയ ബാച്ച് പോലീസ് സംഘം കൂടി ഈ ചുമതല ഏൽക്കുന്ന ഒരു കാഴ്ചകൾ കൂടി കാണാൻ സാധിച്ചു. എന്തായാലും ശബരിമലയിൽ വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തർ ഇപ്പോൾ അയ്യപ്പ ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രത്യേകിച്ചും വാരാന്ത്യമായതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ തിരക്ക് കൂടാനുള്ള സാധ്യത ആണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മകരവിളക്ക് മഹോത്സവമാകുമ്പോൾ തിരക്ക് വീണ്ടും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ തിരക്ക് പ്രതീക്ഷിക്കുമ്പോഴും വലിയ സന്നാഹങ്ങളോടുകൂടി വലിയ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ മകരവിളക്കിന് ശബരിമല തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.